വാങ്ങിത്തരാം. എന്താ നിങ്ങൾ തരുവായിട്ട്? 160 രൂപ. ഞാൻ 160 കൊടുത്തിട്ട് വീട്ടിൽ കണ്ട് കയറുന്ന മറ്റേ ആ നേരത്തെ വിറ്റ ആള് വരുന്നുണ്ട്. ആള് വന്നപ്പോ പറഞ്ഞു, എന്റെ ഒട്ടൊക്കെ വെച്ചു ഞാൻ വിറ്റ് എന്റെ പൈസ അറിയാലോ 100 കൊടുത്തു. ഇപ്പൊ എത്ര ഉണ്ട്? 60. അപ്പൊ 6 ദിർഹമിനായിരുന്നു എന്റെ അടുത്ത് മാറിപ്പോയത്. 6 ദിർഹമിനായിരുന്നു ഈ തുണി വിറ്റത് കേട്ടോ. അത് അപ്പൊ 60 മാറിയത്. ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമാവിനോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. 60 രൂപ കിട്ടിയതേ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഈ സന്തോഷം മറച്ചു വെക്കാൻ പറ്റാത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി റളിയല്ലാഹു അൻഹു കഥ പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലിയേ നിങ്ങൾ വിറ്റിട്ടുണ്ടല്ലോ ആ ഫക്കീറായിരിക്കുന്ന മനുഷ്യന് നിങ്ങൾ സംഭാവന കൊടുത്തില്ലേ? പിന്നെ നിങ്ങൾ ഒട്ടകക്കാരനെ കണ്ടില്ലേ? അത് ബഹുമാനപ്പെട്ട ജിബീലാണ് നിങ്ങൾ അടുക്കിലേക്ക് ഒട്ടകവുമായി വന്നത്. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. രണ്ടാമതായി 160 നിങ്ങൾ ഒട്ടകം വാങ്ങിയാണ് മീകായില. എന്റെ മകൾക്ക് സ്വർഗലോകത്ത് ഉല്ലസിക്കാനുള്ള വാഹനമാണ് നിങ്ങൾ ആ കച്ചവടം ചെയ്തത്, നിങ്ങൾ കണ്ടത്. അലിയേ ബോധ്യപ്പെടുത്തി കൊടുത്തതെങ്കിൽ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? പ്രായം ചെന്ന ആളുകളെ, പിതാക്കന്മാരെ, ഉമ്മമാരെ, അയൽവാസികളായാലും കുടുംബക്കാരായാലും അവരെ ബഹുമാനിക്കലും ആദരിക്കലും അവരെ സന്തോഷിപ്പിക്കലും വീട്ടിൽ ബറക്കത്തുണ്ടാവാനുള്ള കാരണമാണ്. രണ്ടാമതായി ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ വലിയ കാര്യമാണ്. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്.